അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അയൺ ഫാം സെറ്റാക്കിയിട്ടുണ്ട്. അത് സൂപ്പർ എഫിഷ്യൻ്റ് ആണ്. നമുക്ക് ആവശ്യത്തിലധികം അയൺ അതിൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഈ വീഡിയോയിൽ ഒരു വില്ലേജർ വീഡിയോയിലാണ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ അതൊക്കെ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം ബേസിക്കലി നിങ്ങൾ ഇതുവരെ കണ്ടൊക്കെ സത്യമാണ്. നമ്മൾ അയൺ ഫാം കഴിഞ്ഞ വീഡിയോയിൽ സെറ്റാക്കി കഴിഞ്ഞു. പക്ഷേ അങ്ങ് കാണുന്ന വില്ലേജർ വീഡർ നിങ്ങളറിയാതെ അങ്ങ് സെറ്റാക്കി. അപ്പോൾ നിങ്ങൾ ഡെഡിക്കേഷൻ ആലോചിച്ചൊക്കെ നമ്മൾ വില്ലേജർ വീഡർ പെട്ടുപോയാണ് കൈസ്. നമ്മൾ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചു. പക്ഷേ ടൈം ലാപ്സ് പണി വന്നു. അപ്പം റെക്കോർഡിങ് നമ്മളായിക്കൊന്ന് പോയി. ടൈം ലാപ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങളത് കാണാൻ പോവുക. ഓക്കെ, അപ്പോൾ അത് വലിയ സ്റ്റോറിയാണ്. നമുക്ക് സെറ്റാക്കാം. ഇവിടെ ഉണ്ടോ അയങ്കോളൊക്കെ സ്പോണാവുന്നത്. അപ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. നിങ്ങൾ അപ്പോഴത്തേക്കും ആ ടൈം ലാപ്സ് ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ ടൈം ലാപ്സ് കണ്ടല്ലോ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. എന്ന് ലൈക്ക് അടിയുടെ എന്തടേ ലൈക്ക് അടിക്ക്, സബ് അടിക്ക്, സെറ്റാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അയൺ ഫാം സൂപ്പർ അൾട്രാ പ്രോമാക്സ് എഫിഷ്യൻ്റ് ആണ് ആക്ച്വലി. നിങ്ങൾ കാണുന്നുണ്ടോ അയണൊക്കെ ചുമ്മാ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ഗോൾസൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സിംഗിൾ ചെസ് എന്ന് പറയാനായി ആ രീതിയിൽ അയൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നമ്മൾ ഈ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇവിടെ AFK നിൽക്കുന്നുള്ളൂ. സോ ബേസിക്കലി നമുക്ക് അപ്പം തന്നെ ഇത് ഇത്ര അയൺ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അയൺ ആർമർ ഡയമണ്ട് ആർമറിലോട്ടൊക്കെ സ്വിച്ച് ആക്കണം. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ പ്രകാരം നമ്മൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വില്ലേജർ വീഡറിൻ്റെ മെക്കാനിസം ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ ഒരു ഇവിടെ ഒരുത്ത് നിൽക്കുന്നുണ്ട് ഒരു വിരിപ്പ്. ഇനി ഇവൻ വളർന്നിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഈ ഓട്ടയിലൂടെ ഇങ്ങനെ പോകും. ഈ ഓട്ടയിലൂടെ ആള് അവിടുന്ന് പോകും. കേട്ടോ, ആള് പോകുന്നില്ല. നമ്മൾ ഈ റെയിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ മെക്കാനിസം സിമ്പിളാണ്. ഇനി വർക്കായാൽ മതി. വർക്കാവുമായിരിക്കും അല്ലേ? ആണ്, ആവുമായിരിക്കും. വേണ്ട, അത് മോശമാണ്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കുറേ ഫാം ലാൻഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജേഴ്സിന് ബ്രീഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക. മീൻസ് അവർക്ക് നമ്മൾ ക്രോപ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ ബ്രീഡിങ്ങൊക്കെ പെട്ടെന്ന് നടക്കും. ഇത് കുറച്ച് സ്ലോ ആയിരിക്കും, എന്നാലും നമുക്ക് അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ഒരു കൗ ക്രഷിങ് ഫാം സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ
കൃഷി ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എന്താ, നമുക്ക് ഫുഡിന് അത്യാവശ്യം ഒരു, ഇപ്പം നമ്മളതിൽ ഞാൻ കാണിച്ചു തരാം, ഞാൻ പറയാം. ഈ ഒരു വില്ലേജർ ബ്രീഡിലോട്ടുള്ള ക്യാരറ്റ് തപ്പാൻ വേണ്ടി ഞാൻ 10,000 ബ്ലോക്ക് സഞ്ചരിച്ചു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്രയധികം ബ്രെഡ് കിട്ടി. ഇത് കുറേയധികം ദിവസത്തിനുള്ളത്, പക്ഷെ എന്നാലും നമുക്കത് കഴിഞ്ഞിട്ടും ആവശ്യമുണ്ടല്ലോ. അപ്പം ബേസിക്കലി എൻ്റെ കയ്യിൽ കുറച്ച് പൊട്ടാറ്റോ ഉണ്ട്. അപ്പോൾ ഈ പൊട്ടാറ്റോ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കൾട്ടിവേറ്റ് ചെയ്യണം. കാരണം പൊട്ടാറ്റോ നമുക്ക് നിങ്ങൾക്കറിയാലോ, പൊട്ടാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഈ സ്റ്റീക്കിനേക്കാളൊക്കെ എഫിഷ്യൻ്റാണ്. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ സെല്ലായിട്ട് ഒന്ന് എന്താക്കുക, അപ്പോൾ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ബേസിക്കലി നമ്മൾ ഇവിടെ പൊട്ടാറ്റോയും അതുപോലെ കുറച്ച് വീറ്റും നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ട് ഇവിടെ വില്ലേജർ വീടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട്, അതായത് ഒരു പാത്ത് സെറ്റ് ചെയ്യുക. ബേസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഞാനൊരു പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ അയൺ ഫാമിനെയും അതിനായിട്ട് നമുക്ക് ആദ്യം ബേസ് ഉണ്ടാക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം ഒരു സജഷൻ. ഞാനിപ്പോൾ പ്ലാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇപ്പം നമ്മുടെ ഒരു മിനിറ്റ് ഞാൻ അതിൻ്റെ മുകളിൽ കയറട്ടെ. പിന്നെ ഇതൊരു ട്രീ ഹൗസ്. ആക്ച്വലി ഇപ്പോൾ ഡേ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ എത്രയായി, ഇപ്പോൾ റെക്കോർഡർ വർക്കിംഗ് ആയതുകൊണ്ട് F3 നോക്കി കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടുന്നില്ല. അതാണ് ഒരു പ്രശ്നം. എന്തായാലും മുകളിൽ കയറി കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ അയൺ ഫാം വരുന്നത് ഇവിടെയാണ്. അതുപോലെ അവിടെയാണ് വില്ലേജർ വീട് വരുന്നത്. ഇനി ഇവിടെ നമ്മളൊരു ഫാം ലാൻഡ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം കണ്ട് നിരത്തിയിട്ട് ഫുള്ള് ഫാം ലാൻഡ് ആക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് ഫുഡ് വരുമ്പോൾ ഫാം ലാൻഡിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ചോദിക്കുന്നവരോട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഫാം ലാൻഡ് ആക്കണം. അപ്പോൾ ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഉണ്ട് ആ സൈഡിൽ അത് ഇടിച്ച് നിരത്തിയിട്ട് ഒരു ലെവലാക്കിയിട്ട് നമുക്ക് ഒരു ബേസ് സെറ്റ് ആക്കണം. പക്ഷെ അതിപ്പോഴല്ല, കുറച്ചധികം കഴിയും. അതിന് മുമ്പ് നമുക്ക് കുറേ ഫാമുകളൊക്കെ ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഏതൊക്കെ ഫാം കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ വില്ലേജർ വീഡിയോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കുറേ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നൈറ്റ് ആവാനായി. ആൻഡ് ഇപ്പോൾ തന്നെ സബ് ചെയ്തേക്കാം. നിങ്ങളിപ്പോൾ സബ് ചെയ്തിട്ടില്ലല്ലേ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്, സബ് ചെയ്യൂ, ജസ്റ്റ് സബ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.